നിങ്ങൾ തൃശ്ശൂരുള്ള TJM ജ്വല്ലറിയെ കുറിച്ച് കേട്ടിട്ടില്ലേ? TJMൽ ഡിസൈനർ ആഭരണങ്ങളുടെ ഒരു ഗംഭീര കളക്ഷൻ തന്നെയുണ്ട്, അതും നിർമ്മാണ വിലയിൽ. കഴിഞ്ഞ 31 വർഷമായി TJM ഹോൾസെയിൽ മാനുഫാക്ചറിംഗ് രംഗത്തുണ്ട്. അതുകൊണ്ട് ധൈര്യമായി വിശ്വസിക്കാം. TJM ഗോൾഡൻ ഡയമണ്ട്സ്, പുത്തൻപള്ളിക്ക് പിൻവശം, പള്ളിക്കുളം റോഡ്, തൃശ്ശൂർ. വെറ്ററൻസ് ഓഫ് വള്ളുവനാട് സൂപ്പർ ലീഗ് സീസൺ 3 ചെറുതുരുത്തി പോലീസും സംയുക്തമായി ഓപ്പറേഷൻ തൂഫാൻ ലഹരിവിരുദ്ധ സന്ദേശവും പ്രതിഭാ സംഗമവും നടത്തി. പാഞ്ഞാൾ പഞ്ചായത്തിലെ ആറ്റൂരിൽ ഫുട്ബോൾ സ്റ്റേഡിയത്തിൽ വെച്ചായിരുന്നു മത്സരം നടത്തിയത്. കായിക മത്സരങ്ങൾക്കപ്പുറം സാമൂഹിക പ്രതിബദ്ധതയും നന്മയും ഉൾക്കൊള്ളിച്ചാണ് ഇത്തവണയും ടൂർണമെന്റ് സംഘടിപ്പിച്ചത്. ഓപ്പറേഷൻ തൂഫാൻ ലഹരിവിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായാണ് ടൂർണമെന്റ് അരങ്ങേറിയത്. കായിക വിനോദങ്ങളിലൂടെ ലഹരിക്കെതിരായ ബോധവൽക്കരണം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതായിരുന്നു പരിപാടിയുടെ പ്രധാന ലക്ഷ്യം. VOV കുടുംബത്തിലെ അംഗങ്ങളുടെ കുട്ടികളിൽ SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു. തുടർന്ന് ഫുട്ബോൾ മത്സരങ്ങൾ അരങ്ങേറി. 40 വയസ്സ് പിന്നിട്ട കളിയോട് അഭിനിവേശം ഒട്ടും കുറയാത്ത മുൻനിര താരങ്ങളുടെ കടുത്ത പോരാട്ടത്തിനാണ് ഗ്രൗണ്ട് സാക്ഷ്യം വഹിച്ചത്. ദേശമംഗലം, കറുകപ്പുത്തൂർ, പെരിങ്ങോട്, ചെറുതുരുത്തി, പാഞ്ഞാൾ, വാണിയംകുളം, ഓങ്ങല്ലൂർ, ഷൊർണൂർ തുടങ്ങിയ വിവിധ പഞ്ചായത്തുകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് മികച്ച താരങ്ങളാണ് ടൂർണമെന്റിൽ അണിനിരന്നത്. ടൂർണമെന്റിന്റെ ഉദ്ഘാടനം ചെറുതുരുത്തി സബ് ഇൻസ്പെക്ടർ സതീഷ് കുമാർ നിർവഹിച്ചു. ഗ്രൗണ്ടിൽ കാണുമ്പോൾ എന്തോ ഒരു പ്രത്യേക സന്തോഷം. കാരണം നമ്മുടെ മനസ്സിന് എന്ന് ചെറുപ്പമാണ്, ശരീരത്തിൽ മാത്രം പ്രായമാവുന്നുള്ളൂ അല്ലേ? അപ്പം ആ ഓർമ്മകൾ വീണ്ടും അയവർക്കാൻ വേണ്ടി നിങ്ങൾ ഗ്രൗണ്ടിൽ ഇറങ്ങിയ എല്ലാവരെയും ഞാൻ ആദ്യമായിട്ട് ഹൃദയപൂർവ്വം ആശംസ അറിയിക്കുന്നു. ഇന്ന് ഇവിടെ ഒരു ഫുട്ബോൾ മേള സംഘടിപ്പിച്ചിട്ടുള്ളത് തന്നെ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമാണ് എന്നുള്ളത് വളരെ സന്തോഷകരമാണ്. കാരണം ലഹരിയുടെ ലോകത്തേക്ക് കടന്നു പോകാമായിരുന്ന അല്ലെങ്കിൽ അതിലേക്ക് ആകർഷിക്കപ്പെടുന്ന യുവത്വത്തെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് നമ്മളുടെ എല്ലാവരുടെയും ആവശ്യമാണ്. കാരണം ഇന്ത്യയിലെ തന്നെ ഏറ്റവും അധികം ലഹരി ഉപഭോക്താക്കളായിട്ടുള്ള ചെറുപ്പക്കാരുണ്ടായിരുന്നത് പഞ്ചാബിലാണ്. അതിനെപ്പോലും മറികടക്കുന്ന രീതിയിലേക്ക് നമ്മുടെ സംസ്ഥാനം പോയിരുന്നു എന്നുള്ളത് വളരെ വേദനാകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. അവിടെ നിന്ന് അവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശക്തമായിട്ടുള്ള ഒരു നടപടിയുമായിട്ട് ഗവൺമെന്റ് മുന്നോട്ട് വന്ന സമയത്ത് അതിന് ജനങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുള്ള നല്ല പ്രതികരണം വളരെ സന്തോഷം തോന്നുന്നതാണ്. കാരണം നിങ്ങളുടെ ഓരോരുത്തരുടെ അനുഭവത്തിൽ ശ്രദ്ധിച്ചു. പാഞ്ഞാൾ പഞ്ചായത്ത് പ്രസിഡന്റ് സന്ദീപ് കോനനാത്ത്, വാർഡ് മെമ്പർമാരായ റഫീഖ്, ഫസലു എന്നിവർ ചടങ്ങിൽ വിശിഷ്ട അതിഥികളായി പങ്കെടുത്തു. VOVയുടെ ഭാരവാഹികളായ നൌഷാദ് പാറയ്ക്കൽ, ഷെതീഷ് ഷൊർണൂർ, നജീബ് പള്ളം, ഷറഫു കറുകപ്പുത്തൂർ, ഹാരിസ് വാണിയംകുളം, നിസാർ കാരക്കാട് എന്നിവർ നേതൃത്വം കൊടുത്തു.